ദിവസമായി വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഓക്കെ ആയി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് പിന്നെ കുറച്ച് തിരക്കൊക്കെ ആയി പോയി. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാൻ പറ്റാത്തത് അല്ലേ. കുഞ്ഞിപ്പേണ്ട എന്താ പരിപാടി എന്നുണ്ടോ? കുഞ്ഞിപ്പേണ്ട കൈയൊക്കെ നോക്ക്, മണ്ണി പോയി കളിയായിരുന്നു കേട്ടോ. കുഞ്ഞിപ്പെണ്ണ ഒന്ന് പിടിച്ചെന്ന് ഇരുത്തിയതാണ്. കുളിപ്പിച്ച് ഞാനൊന്ന് കുളിച്ച് റെഡിയായി വരുമ്പോഴത്തേക്ക് കുഞ്ഞിപ്പെൺ മിണ്ടരുത്. എങ്ങനെ പറയുന്ന മിണ്ടരുതെന്ന്? ഇനി എന്നോടാണോ മിണ്ടരുത് പറയണേ? ഞാനൊന്ന് കുളിച്ച് ഫ്രഷായി വന്നപ്പോഴത്തേക്കും കുഞ്ഞിപ്പെണ്ണ് പുറത്തിറങ്ങി പോയിട്ട് മൊത്തം മണ്ണി കളിച്ചു കേട്ടോ. കൈ ഇരിക്കുന്നുണ്ടോ കുറുമ്പി പാത്തുവിൻ്റെ? സ്കൈ അറപ്പാണ്, ഭയങ്കര അറപ്പാ. കയ്യിലൊക്കെ അങ്ങനെ ചെളിയൊക്കെ ഇരുന്നിട്ടുണ്ടേൽ പോ, കൈ കഴുക്, അകത്ത് പോ. ഈ സ്പൂണൊക്കെ ഇവിടെ കൊണ്ടിട്ട് കുഞ്ഞു അടുക്കളയിൽ കൊണ്ടുവച്ചേ. അടുക്കളയിൽ കൊണ്ടുവെക്ക്. പോട്ടെ അടുക്കളയിലേക്ക് പോട്ടെ. ആ എൻ്റെ പൊന്നെ, ഒന്ന് നോക്കി നടക്കെൻ്റെ ഭാവി. അപ്പൊ കൂട്ടുകാര്, കുഞ്ഞിപ്പെണ്ണ് ഇതാ ഓരോരോ വിക്രസൊക്കെ ഒപ്പിച്ച് ഒരേ കളിയാണ് കേട്ടോ. നഖം വെട്ടാ? നഖം നീണ്ടിട്ടുണ്ട്, വെട്ടാം വാ. നഖം വെട്ടാ? അമ്മന്റെ മടിയിലിരിക്കും. എന്റെ ദൈവം, എന്റെ കുഞ്ഞുവാവ കാലൊക്കെ നേരിട്ട്. എന്റെ ദൈവം, കൂട്ടുകാരോട് പറഞ്ഞേ. കൂട്ടുകാരെ വിശേഷം കൊറേ ആയില്ല കണ്ടിട്ട്. കുഞ്ഞിപ്പെണ്ണ് നഖം വെട്ടാനൊക്കെ ഇരുന്ന് തന്നോളൂ കേട്ടോ, ഒരു കുഴപ്പമില്ല. എന്താണെന്ന് അറിയത്തില്ല, നല്ല അടിപൊളിയായിട്ട് നഖം വെട്ടാൻ എനിക്ക് പറ്റാറുണ്ട്. ഇപ്പൊ പനിയൊക്കെ അല്ലായിരുന്നു, അത് കാരണം ഞാൻ നഖം വെട്ടിയിട്ട് 2-3 ദിവസമായിട്ട്. എനിക്കും വയ്യായിരുന്നു, കുഞ്ഞിപ്പെണ്ണും വയ്യായിരുന്നു, സാമ്പയ്ക്കും വയ്യായിരുന്നു. അപ്പം ഞാൻ നഖം വെട്ടിയിട്ടില്ല. അപ്പം ഇന്നൊന്ന് നഖം വെട്ടട്ടെ. കാലിലെ വെട്ട, ആദ്യം കയ്യിലെ. വെട്ടാടെ പൊന്നെ, കയ്യിലെ വെട്ടട്ടെ. കുഞ്ഞിപ്പെണ്ണിന്റെ വിശേഷം എന്തൊക്കെയാ പറഞ്ഞേ കൂട്ടുകാരോട്? ഒരു പാട്ട് പാടി കൊടുത്തേ കൂട്ടുകാർക്ക്. മനസ്സിലായില്ലേ? ഇനി ചോദിക്കരുത് കേട്ടോ. അമ്മന് നഖം പറ്റുവാനോ? അപ്പൊ കൂട്ടുകാരെ, കുഞ്ഞിപ്പെണ്ണിന്റെ വിശേഷങ്ങൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിപ്പെണ്ണിന് പനിയൊക്കെ ആയിരുന്നു, നല്ല പോലെ കഫക്കെട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറിയിട്ടുണ്ട്, ഓക്കെ. അവള് നല്ല ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിച്ച് ആ ഒരു റാക്കിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് പനിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര നമ്മളമ്മമാർ പെട്ടെന്ന് ഡൗൺ ആയി പോട്ടെ. കാരണം വെച്ചാൽ അവർക്ക് ശ്വാസം എടുക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടും, ഒന്നാമത് പറയാൻ പറ്റില്ലല്ലോ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുള്ളതെന്നൊന്നും അവർക്ക് പറയാൻ അറിയത്തില്ലല്ലോ. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമമാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിന് വയ്യാത്ത കാരണമാണ് ഇത്രയും ദിവസം ശരിക്കും പറഞ്ഞാൽ വീഡിയോ ഇടാത്തത്. ഇപ്പം എല്ലാം ദൈവം സഹായിച്ച് ഓക്കെ ആയിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് വേണ്ടിയിട്ട്, എൻ്റെ കുഞ്ഞുമാവിക്ക് വേണ്ടിയിട്ട്. അതേപോലെ കുഞ്ഞിപ്പെണ്ണ് ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഓട്ടമാണ്. ഓട്ടം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കില്ല, മുട്ടിലിരിക്കില്ല, അതേപോലെ ഇരിക്കത്തില്ല. വിക്രസുകൾ ഇങ്ങനെ കൂടി വരുന്നുണ്ട്. ഓരോ പ്രായത്തിൽ അവർ ചെയ്യേണ്ട വിക്രസുകളൊക്കെ നല്ലപോലെ കൂടി വരുന്നുണ്ട് കേട്ടോ കുഞ്ഞിപ്പെണ്ണ്. അപ്പോൾ നമ്മുടെ രാവിലത്തെ ഷോർട്ട് സർക്കിളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഈ ഒരു സമയത്ത് കുഞ്ഞിപ്പെണ്ണ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ മമ്മീൻ്റെ കൂടെ ഇരിക്കുക, അല്ലെങ്കിൽ മുറ്റത്ത് കൂടെ ഓടിക്കളിക്കലായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ കുഞ്ഞിപ്പെണ്ണിന് ഉറങ്ങാനുള്ള ടൈം ആയിട്ടുണ്ട്. ഉറങ്ങി കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഇനി ബാക്കി വീഡിയോയും ഷോർട്സ് ഒക്കെ എടുക്കാൻ കേട്ടോ. ഒരുങ്ങാ കൂട്ടുകാരൻ, ഞാൻ ഒരുങ്ങാൻ പോവാണേ. പറ ബാബാ വെക്കുവാട്ടോ, ടാറ്റാ പറ. വാട പൊന്നെ, വാടാ എൻ്റെ പൊന്നു വാടാ. ഫാൻ ഇടണോ? ഫാൻ വേണോ? കുഞ്ഞിപ്പെണ്ണിന് ഫാനിൻ്റെ ഒച്ച വേണം കേട്ടോ. ഫാൻ ഉണ്ടെങ്കിൽ നല്ലോണം ഉറങ്ങിക്കോളും. ഉറക്കം വരുന്നുണ്ട് നല്ല, അപ്പോൾ ഉറക്കട്ടെ കേട്ടോ. അങ്ങനെ ഇതേ കുഞ്ഞിപ്പെണ്ണ് ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് കുറേ ചക്കപ്പഴം കഴിച്ചു കേട്ടോ. നമ്മളിന്ന് ഉച്ച കഴിഞ്ഞ് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കയറല്ലേ ദേ ഒരു ചക്ക കിട്ടിയിട്ടോ മമ്മിക്ക്. അപ്പം ഞാനും മമ്മിയും കൂടെ അത് നന്നാക്കി ഒരുക്കി പെറുക്കി വെച്ച് ഞാൻ ചക്കക്കുരു മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ചക്കക്കുരുക്കറി കൂട്ടാൻ ഇഷ്ടമല്ലേ കുഞ്ഞിപ്പെണ്ണാണ്. ചക്കക്കുരുക്കറി ഉണ്ടെങ്കിൽ നല്ലോണം ചോറ് തിന്നും. അതേപോലെ ചക്കപ്പഴവും നല്ല ഇഷ്ടമാണ് കേട്ടോ. ചക്ക എന്നിട്ട് മോൻ കഴിയിട്ടില്ല. വാ 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 വാ. മോൻ കഴുകാം, കൈ കഴുകാം വാ. അപ്പോൾ കുറച്ച് നല്ല ചക്കപ്പഴം കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല മധുരം ഉണ്ട് കേട്ടോ കൂട്ടുകാരെ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ കഴിച്ചിരിക്കുന്നു.
വേണോ? കണ്ടോ ചക്ക കൊതിച്ചാണേ അമ്പച്ചോട്ടോ. ആ ടാറ്റ വേണോ? അയ്യോടാ പെണ്ണ് ചെരുപ്പിട്ട് അപ്പ ടാറ്റ വേണോ കേട്ടോ. ഇവിടേക്ക് ഇറങ്ങപ്പാ. അതെ ചക്കയോ? ചക്കയാണോ വേണ്ടേ? ചക്കയ്ക്കാണോ ടാറ്റാന്ന് പറയുന്നേ? ചക്ക പറ. ആ എന്ത് വേണം? ചാച്ച. കുഞ്ഞിപ്പെണ്ണ് ഭയങ്കര ഇഷ്ടമാണ് ചക്കപ്പഴം. കുഞ്ഞിപ്പെണ്ണാണേലും ഞാനിപ്പോൾ ഇടയ്ക്ക് നടത്താൻ ഇറക്കും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ കാണുന്നില്ല. ഒന്നാമത് നമ്മൾ ഇവിടെ മാത്രമല്ല നിൽക്കുന്നത്. അപ്പോൾ മമ്മീനെയും പപ്പേനെയും മാത്രം കണ്ട് ഞാനും വെച്ചു ഇത്രയേ ഉള്ളൂ കേട്ടോ. അവൾക്ക് വേറെ ആൾക്കാരെ കാണുമ്പോൾ അങ്ങനെ പോകില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ മെല്ലെ ഇറക്കി നടത്തിച്ച് നമ്മുടെ തൊട്ട് താഴെ ഈ കാണുന്നത് റേഷൻ കടയാണ്. ഈ നീല ഷീറ്റ് ഇട്ടേക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ ഓഡിറ്റോറിയം. അപ്പോൾ റേഷൻ കടയിലുള്ള ചേച്ചിമാരായിട്ട് കൈക്ക് ഭയങ്കര കൂട്ടാണ്. അപ്പോൾ അവരെ കൂട്ടുകളിൽ കാണാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ നടന്നു പോകും. എന്നിട്ട് നമ്മുടെ മുന്നേ സ്റ്റെപ്പിലൂടെ കയറി വരും കേട്ടോ. അല്ല പോനേടാ വീഴല്ലേ. കൈ പിടിക്കണം. കൈ പിടിച്ചില്ല കുഞ്ഞ് വീഴും. കൈ പിടിക്കാൻ സമ്മതിക്കില്ല. ഇടയ്ക്ക് കൈ പിടിച്ച് നടക്ക്. അല്ല തിരിച്ച് കയറിപ്പോക്കോ. കൈ പിടിച്ച് നടക്കുന്നുണ്ടോ? കൈ പിടിക്കേ. നിന്റെ റേഷൻ കട എത്തി തൂക്കാനിരുന്നോ നീയോടെ? എവിടെയാ പോയേ? തിരിച്ചു വരുമ്പോ എടുക്കണം കേട്ടോ. കയറാൻ പറ്റില്ല പെണ്ണിന്. മഴ പെയ്തൂലേ? വിളിച്ചോക്ക് മമ്മീനെ. ഇല്ല മമ്മി ഇവിടെ. അയ്യോ മമ്മി പോയി. വിളിച്ചോക്ക്. ആ കോണിമ്പല്ലടിക്ക്. അത് ഭയങ്കര ടൈറ്റ് ആട്ടോ. കടിക്കാൻ പറ്റില്ല. വെറുതെ ഓടി കളിക്കോട്ടോ. റെഡി 1 2 3. അപ്പൊ അതാ നമ്മുടെ മമ്മീന്റെ സ്പെഷ്യൽ നെയ്യപ്പം ചുട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. വൈകുന്നേരത്തെ സ്പെഷ്യലാണ്. എന്താ പരിപാടി? നീ പപ്പേന്റെ വയറ്റിൽ നുള്ളി പറിക്കാൻ കുഞ്ഞെന്തിനാ പപ്പേന്റെ വയറ്റിൽ നുള്ളി പറിച്ചേ? നല്ല എന്റെ ചമ്പുരാനെ. തന്നെ ഡോറ് തുറക്കാൻ അറിയാം നിനക്കതിന്. അമ്മ തുറക്കാൻ എത്തൂല കുഞ്ഞിന്. മാറ്. അപ്പൊ നമ്മൾ രാത്രി എങ്ങോട്ടാ കുഞ്ഞ് പോണേ? എങ്ങോട്ടാ പോന്നേ? നമ്മൾ പോവുകയാണ് കൂട്ടുകാരെ. നമ്മൾ പള്ളിയിൽ തിരികെ എത്തിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. രാത്രി 8 മണി ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് പള്ളിയിലേക്ക് പോവാണ് കേട്ടോ. അയ്യോ അപ്പയും മോളും കൂടി തിരി മേടിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. ഇച്ച പോകുന്ന വഴിയൊക്കെ അവക്കും പോണം കേട്ടോ. ഭയങ്കര അപ്പപ്രേമിയാ. ഈച്ചോപ്പേന്റെ അടുത്തേക്ക് നമ്മൾ പറയാനുള്ള കാര്യങ്ങളൊക്കില്ലേ? എന്റെ ദൈവമേ തന്നെ കൈകൂപ്പി പാലിച്ചു വന്നോജി. ഈച്ചോപ്പില്ലേ
ഇതപ്പാ നമ്മുടെ കൂടെ കുഞ്ഞു വാവ് ഒന്നും വരാണ്ടിരിക്കാനും കുഞ്ഞു വീഴാണ്ടിരിക്കാനും നല്ല മോളായിട്ട് വളരാനും മാലാകന്മാരെ ഏൽപ്പിച്ചേക്കുവാ നോക്കാന്. ആ മാലാകന്മാര് വരും പൊന്നിനെ കാണാന്. ആ അങ്ങനെ കൂട്ടുകാരെ ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് വീട്ടിൽ തിരിച്ചെത്തിട്ടോ. എന്റെ കുഞ്ഞുപെണ്ണ് ഹാപ്പി ആയോ? എന്റെ പല്ല് തേക്കുന്ന ഇപ്പോഴാണോ അയ്യേ ഉമ്മ. അപ്പൊ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സ്കൈ ബേബിന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ടാറ്റ പറ. I love you.